ഓ അപ്പൊ അതാണോ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാതിരുന്നത്? ആ ആ എന്നിട്ട് എവിടെയൊക്കെ പോയി? ഒമ്പടാ, അടിപൊളി. ആ അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരേ മണ്ടത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ വരും. ഞാൻ മുറ്റം, അടുക്കള, അടുക്കള, മുറ്റം, കൂടി വന്ന അപ്പുറത്തെ വീട്ടിൽ പോവും, റേഷൻ കടയിൽ പോവും. ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങ്. കുറേ നാളായില്ലേ കണ്ടിട്ട് നിന്നെ. ആ ആ ആ ആ ശരി, എന്നാ ഞാൻ ദേ കുളിച്ചിട്ട് വിളിക്കാം. ആ അല്ലേ അച്ഛാ, ഞാൻ കുളിച്ചിട്ട് വരാം. ഷാമ്പു എനിക്ക്. ഈ ഷാമ്പു ഉപയോഗിച്ച ആളല്ലേ? ഉപയോഗിച്ചിട്ടില്ല, ഇനി ഉപയോഗിക്കാമല്ലോ. ഷാമ്പു ഇട്ടാൽ മുടി നല്ല പറന്ന് നല്ല ഭംഗിയായിരിക്കും കാണാനെന്ന് പറഞ്ഞു. ഞാനിതൊന്നും അറിയണില്ല ക്ലീറ്റോ. നമ്മുടെ കുടുംബശ്രീയിലുള്ള ആ ബേബി ചേച്ചിയും മേരി ചേച്ചിയും കൂടി ഇതൊക്കെ ഇട്ടാ തല കഴുകണ്. ഞാനിനി ഇതൊക്കെ ഇടും. അനുവാദമില്ലെങ്കിലും ഞാൻ ആ മാറിൽ വനമാലയാകും. ഹലോ ഹലോ ഹലോ. ഒരു മാത്ര വെറുതെ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ കൊട്ടി നിൽക്കുന്നു. എത്ര നേരമാ ഞാൻ കാത്തു കാത്തു നിൽപ്പൂ, ഒന്നിങ്ങും നോക്കുമോ? അമ്പളിക്കുട്ടാ. ആ നീയാ? നീ പോയില്ലടേ എന്നോടും? എന്നോടും പോയില്ലേ? പോയില്ലടേ. എന്തു പറ്റി? ചെറിയൊരു കൈയുടെ കുഴയൊന്ന് ചെറുതായിട്ട് തിരി. അതങ്ങനെ
ബാത്റൂമിൽ കയറിയപ്പോൾ ഒന്ന് തെന്നി വീണ, അപ്പോൾ കൈ കുത്തി, അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് ഇവിടെ ആണോ? ബാത്റൂമിൽ കയറിയപ്പോൾ തെന്നി വീണതാ? അവള് അടിച്ചോടിച്ചതാ? ഓടാറുണ്ട്. തമാശ ഒന്നും പറയാം. നീ തിരക്കില്ല? തിരക്കുണ്ടോ? നിന്നെ പോലെയാ? നിനക്കാണെങ്കിൽ ഒരു തിരക്കും ഇവിടെ ചുമ്മാ കുറ്റി അടിച്ചിരുന്നാൽ മതിയല്ലേ. പറ, എന്ത്? എനിക്കൊരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുമോ? അയ്യോ, നിന്റെ ചളുപടി കേട്ടോണ്ടിരിക്കാനാണെങ്കിൽ എനിക്ക് സമയമില്ല, വേറെ ജോലിയുണ്ട്. അതല്ലടേ, പിന്നെ എൻ്റെ കൈ വയ്യാതിരിക്കണോണ്ടേ എഴുതാൻ പറ്റൂലല്ലോ. ഒരു ചെറിയൊരു 4 വരി എൻ്റെ ഒരു കൂട്ടുകാരനെ ഒരു കത്ത് ഒന്ന് എഴുതി തരൂ. ആ ശരി, ബുദ്ധിമുട്ടില്ലല്ലോ? അല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇതിനെ കാണാൻ പോണോ? അത് വേണ്ട, അത് ഞാൻ ഡോക്ടറെ കാണാമെന്ന് വെച്ചു. ഞാൻ പേപ്പർ എടുക്കട്ടെ? പേന ഉണ്ടല്ലോ? പേനുണ്ട്, എടുത്തോണ്ടോ. ഓ അതെ, എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി. അവ എന്നെ തേച്ച്. ആണോ? സാധാരണ അങ്ങനെ അല്ലല്ലോടേ, നീ അല്ലേ എല്ലാരും തേക്കാറ്? എന്ത് പറ്റി? ഇത് മറ്റേ അവനാണ്, അൻസാറേ. ആഹാ, നിന്റെ ശിഷ്യല്ലേ? നിന്നെ കണ്ടല്ലേ പഠിക്കുള്ളൂ. പറ, എന്തോന്ന് എഴുതണ്ടേ? പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരാ. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരാ, നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി. നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയിടാ. നീ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതും എഴുതണം? ഞാൻ വിചാരിച്ചില്ല. എഴുത്. നിന്റെ കൈയക്ഷരം ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ നീ എഴുതാറുണ്ടോ? ഉരുള അക്ഷരത്തിൽ അങ്ങനെ എഴുതുമോ? അതിന്റെ കാര്യമൊന്നും എനിക്ക് ഈ കൈയക്ഷരമേ ഉള്ളൂ, ഞാൻ ഇങ്ങനെയാണ് എഴുതാറ്. അല്ല, ഇത് കൊള്ളാം, കുഴപ്പമില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, തൽക്കാലം അത് മതി. ഞാൻ ബാക്കി ഇത്ര എഴുതിയാൽ മതി. ഞാൻ ബാക്കി അവനെ ഫോണിൽ വിളിച്ച് പറഞ്ഞോളാം. എന്താടേ നീ അവിടെ പോയിരിക്കണേ? ഇല്ലടാ, അവനൊരു ലെറ്റർ, അവന്റെ കൈ എന്തോ വയ്യാന്ന് ഇവിടെ വിഴുന്ന് തറമ്പിയിരിക്കാണ്. ഒന്നുമില്ല, ഒരു ലെറ്റർ എഴുതി കൊടുത്തത്. പോവാ. ചായ പിടിച്ചായിരുന്നോ? ചായ പിടിച്ചു. നീ കാപ്പി പിടിച്ചില്ലേ? ഞാനവിടെ ഇപ്പൊ തന്നെ സമയം ഒരുപാട് ലേറ്റായി. ആശുപത്രി പോകണ്ട, നീ പോവല്ല? ശരി ശരി. ഒന്നുമില്ല. നിന്റെ ബാറ്ററി ഒന്ന് മാറ്റണം കളിയാ. കുഴപ്പമൊന്നുമില്ലല്ലേ? ഐസ്ക്രീമാണോ? വേണ്ട. അപ്പൊ ഇത് ഇവന്റെ കയ്യക്ഷരമല്ല, പിന്നെ ഇത് ആരായിരിക്കും? പോയാ എന്ത് ജമന്തി? എന്ത്? അല്ല, ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് ഏട്ടൻ പോയി. അവര് പോയി? അങ്ങനെ അല്ലല്ലോ. അപ്പൊ അത് എന്ത് പറ്റി? എന്ത്? അതെ, അകത്തെ കൊച്ചിനെ കുളിപ്പിച്ചോണ്ടിരിക്കായിരുന്നു ക്ലീറ്റോ ചേട്ടാ. സാധാരണ നീ ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ടാണല്ലോ ഈ പോവാറ്. ഹെൽമെറ്റും ഇതൊക്കെ നീ അല്ലേ എടുത്ത് കൊടുക്കുന്നേ? പിന്നെന്താ? അല്ല, അത് എനിക്ക് പണിയുള്ളത് കൊണ്ടാ. അതിനെനിക്ക് സുഖമില്ല, അപ്പൊ ഏട്ടൻ പോയിക്കോളാന്ന് പറഞ്ഞു. ഭർത്താവിനോടുള്ള സ്നേഹം നിനക്കും കുറഞ്ഞോ? അതൊക്കെ ഞാൻ പറയുന്നത്. എന്താ പറ്റിയത്? അല്ല, ഞാനിങ്ങനെ പൊതുവെ ആൾക്കാർ പറയണത് കേട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് കുറേ വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഭർത്താവിനോട് ഉള്ള സ്നേഹം കുറയും, പിന്നെ സ്നേഹം കുട്ടിയോടാവും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ എങ്ങനെയാ ഉണ്ടാവണത്? കൊച്ചും ഭർത്താവും അല്ലേ, പിന്നെ എങ്ങനെയാ സ്നേഹം കുറയണത്? വീട്ടിൽ ചേട്ടൻ എന്താ പറ്റിയത്? അല്ല, ഈ ഭർത്താക്കന്മാർ എപ്പോഴും ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം അതൊക്കെ പറയുമ്പോൾ ഭാര്യമാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടൂല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എങ്കിലും ഒരു പുതിയ സുഹൃത്ത് പരിചയപ്പെടുമ്പോൾ ആ സുഹൃത്ത് ഒരുപാട് ആശ്വസിപ്പിക്കുകയും ഒരുപാട് പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്യാറൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ഈ ഭർത്താവിനോട് ദേഷ്യം അങ്ങനെ വല്ലതും തോന്നുമോ സ്ത്രീകൾക്ക്? അങ്ങനെയൊന്നും തോന്നുന്നില്ല. ചിലപ്പോ ഒരു പണിയില്ലാതിരിക്കുന്ന ഭർത്താക്കന്മാര് ഭാര്യമാരെ ഇങ്ങനെ കുറ്റപ്പെടുത്തത്തില്ലേ, അപ്പൊ ചിലർക്ക് അങ്ങനെ തോന്നുമായിരിക്കും. അങ്ങനെ തോന്നുമോ? ചിലപ്പോ തോന്നുമായിരിക്കും. അതിന് ക്ലീറ്റോ ചേട്ടൻ അതിന് ടെൻഷൻ അടിക്കണത്. ക്ലീറ്റോ ചേട്ടനും ഏട്ടനും ഒക്കെ ഞങ്ങളോട് ഭയങ്കര സ്നേഹല്ലേ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം? എന്താ കാര്യം? എന്താ? ഞാൻ ഒരു പൊതുപ്രവർത്തനല്ലേ, അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചോദിച്ചു, അല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആയിരിക്കും അല്ലേ? പോട്ടെ, ഞാനേ ബാങ്കിൽ പോണോടി കുടുംബശ്രീയുടെ പൈസ അടയ്ക്കാൻ. നല്ല സാരി. ഇത് ബാങ്കിൽ പോയിട്ട് വേറെ എവിടെയെങ്കിലും പോണുണ്ടോ? ഇല്ല. ഇത് കല്യാണത്തിന് കൊടുക്കാന്ന് പറഞ്ഞ് വാങ്ങിച്ച സാരിയല്ലേ, ഇതൊക്കെ എടുത്തോണ്ട് ബാങ്കിൽ പോണോ? കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയില്ല, പിന്നെ എനിക്കിനിപ്പോ വേറെ കല്യാണം കഴിക്കാനും പറ്റില്ലല്ലോ. അതുവരെ കാണട്ടെ ക്ലീറ്റ തന്നെ. നന്നായിട്ട് ചേരുന്നുണ്ട്.
ബാങ്കിലോട്ടല്ലേ എല്ലാവരും ഒന്ന് കാണട്ടെ. പോയിട്ട് എത്തേട്ടാ. അയ്യോ എന്റെ ഫോൺ. ആ ഇല്ല ഇതിനകത്തുണ്ട്. എങ്ങനെ പോവും? ബസ്സിന് പോട്ടേട്ടാ. ആ സാരി എടുത്തപ്പോ നല്ല ചെറുപ്പമായിട്ടിരിക്കണം അല്ലേ? രസമുണ്ട്. ക്ലീറ്റോ ചേട്ടാ എവിടെ പോവാ? എവിടെ പോവാ? ഞാൻ ബാങ്ക് വരെ പോയിട്ട് വരാം. അല്ല പാർട്ടി ഓഫീസ് വരെ പോയിട്ട് വരാം. അല്ലത് ഈ വേഷത്തിലാണോ പോകുന്നത്? ഈ വേഷത്തിൽ പോയാലേ പല കൊള്ളരുതായികളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പാർട്ടി ഓഫീസിൽ ഭയങ്കര അഴിമതി നടക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതേ കൂടെ നിൽക്കണമാരൊന്നും വിശ്വസിക്കാൻ പറ്റൂലേ. കാലം അതാണേ. ആ പോയ സ്ത്രീയായിട്ട് തനിക്ക് എന്താണ് ബന്ധം? അറിയൂടല്ലേ? അവക്കൊരു ഭർത്താവുണ്ട്, ഒരു കുട്ടിയുണ്ട്. നിനക്ക് എവിടുന്ന് വഴി അറിഞ്ഞൂടാ? എനിക്ക് വഴുതക്കടത്ത് വഴി മാത്രം അറിഞ്ഞാൽ മതി. വഴുതക്കടത്ത് വഴി അറിഞ്ഞൂടാ? നീ വഴി തെറ്റിക്കാൻ നടക്കടാ. ഈ കുടുംബിനികളായ സ്ത്രീകൾ വഴി തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതൊന്ന് കുടുംബിനികളായ സ്ത്രീകളില്ലേ, പെണ്ണുങ്ങൾ, അവർ വഴി തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? നിനക്ക് എന്ത് കുഴപ്പമിടാ? ഇവിടെ മര്യാദയ്ക്ക് ലൈനിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആളല്ലേ ഞാൻ. ആ എന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ് ഇവിടെ വരാൻ പറഞ്ഞ് ഞാൻ വന്നപ്പോൾ എന്നോട് ചോദിക്കുകയാണ് കുടുംബിനികളായ സ്ത്രീകൾ വഴിതെറ്റി പോകുന്നത് എന്തുകൊണ്ടെന്ന്. എനിക്ക് ഒരു പ്രസംഗം കൊണ്ടേ വൈകിട്ട് ഒരിടത്ത് പ്രസംഗിക്കാനുണ്ട്. അപ്പോൾ അവിടെ ഇതാണ് വിഷയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിനക്ക് അറിവുണ്ടല്ലോ, അപ്പോൾ ഒന്ന് ചോദിക്കാമെന്ന് വെച്ചു. അതിൻ്റെ കാരണം എന്തായിരിക്കും? നിനക്ക് തങ്കത്തിനടുത്ത് ചോദിച്ചപ്പോഴായിരുന്നു. സംഘത്തിനടുത്ത് അത് ചോദിക്കാൻ പറ്റില്ല. അവൾ ചിലപ്പോൾ കളിയാക്കുമല്ല. അത് വേണ്ട. കുടുംബിനികളായ സ്ത്രീകൾ വഴിതെറ്റി പോകുന്നത് എന്തെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? എനിക്ക് നാളെ ജീവിത സാഹചര്യങ്ങൾ. ഒന്നീ ഭർത്താക്കന്മാർ കിഴക്കന്മാരായിരിക്കും, അല്ല അമ്മയുടെ കയ്യിരിപ്പ് കൊണ്ടാവും സംഭവിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ ഇങ്ങനെ അവിടുത്തെ സഹവർത്തി കൂട്ടുകാരും ബന്ധങ്ങളും അതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നല്ല ഒരു യോഗ്യതയില്ലാത്തതാണെങ്കിൽ ചിലപ്പോൾ വേറെ ആളുകൾ പോകണമെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഈ സന്തോഷത്തോടെ കുടുംബം ജീവിച്ച് പോണ അതും അങ്ങനെ വഴിതെറ്റണവരാണെങ്കിൽ അതെന്തായിരിക്കും അതിൻ്റെ? അങ്ങനെയാണെങ്കിൽ ഈ പണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ കുറേ സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുമല്ലോ. എന്താണ് അങ്ങനെ സമയത്ത് ഒരു ഇംഗ്ലീഷിലൊരു ഫ്രേസ് പറയും എപ്പോഴും ആൾക്കാർ. ഈ വെൻ വിമൻ വിൽ ബി 40 ഷീ വിൽ ബി നോട്ടി. അതായത് 10-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് സ്ത്രീകൾ കുറച്ച് കുസൃതികൾ കാണിക്കുമെന്നാണ് പറയുന്നത്, നോട്ടികളാവുമെന്നാണ് പറയുന്നത്. ഈ കുസൃതി എന്നൊന്നും പറയാൻ പറ്റില്ല. കത്തെഴുതുക, ഫോൺ വിളിക്കുക, വഴിക്ക് വെച്ച് കാണുക, അതൊക്കെ കുസൃതി എന്ന് എങ്ങനെ പറയും? ഞാനാരും പറഞ്ഞു അല്ല, ഇങ്ങനെയൊക്കെയാണല്ലോ സ്ത്രീകൾ വഴിതെറ്റി പോകുന്നത്. ഇത് ആണുങ്ങളും അങ്ങനെ എന്നാ പറയുന്നത്, മെൻ ആൾസോ അതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ അതിനെ കുസൃതി എന്ന് പറയാൻ പറ്റില്ലല്ലോ. നീ ഒന്നുകൂടെ പറഞ്ഞാൽ എന്താണ്? വെൻ വിമൻ വിൽ ബി 40 ഷീ വിൽ ബി നോട്ടി. മെൻ ആൾസോ, ആണുങ്ങളുണ്ട്. 40 വയസ്സാണല്ലേ? 40 വയസ്സിന് മുമ്പ് അങ്ങനെ സംഭവിച്ചാൽ അത് എന്തായിരിക്കും? അത് ജീവിത സാഹചര്യം, അത് ആണുങ്ങളെ കഴിവില്ലായ്മ തന്നെ സംഭവിക്കുന്നത്. അങ്ങനെ 32
ഏയ് ഇവന് ഭ്രാന്താണെന്ന് അറിയാൻ പോയല്ലേ, വെറുതെ ജോലി കൊണ്ട് എന്നെ വിളിച്ചെടുത്തിട്ട്. യവൻ ആരും പുറത്തേക്ക് വിളിച്ചെന്നാണ്. ഞാനിപ്പോ എനിക്കറിയില്ല എന്താന്നുള്ളത്. മിക്കവാറും കുടിച്ചോണ്ട് വരണ്ട് ഇപ്പൊ. രാത്രി ഒരു പോള കണ്ണടക്കണില്ല. ഉറക്കത്തിന് എന്നെ ചതിക്കല്ലേ തങ്കം, എന്നെ ചതിക്കല്ലേ തങ്കമെന്ന് വിളിച്ചു പറയണു. ഞാൻ എന്ത് ചെയ്യാനാ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം. ഇന്നിപ്പോ ഇന്ന് ഞാൻ ബാങ്കിൽ പോയില്ലേ, ആ നേരത്തെ എന്റെ പുറകെ വന്ന പോലെ തോന്നണടാ. നാത്തും പോയില്ലേ ബാങ്കില്, അപ്പൊ ക്ലീറ്റോ ചേട്ടൻ വീടും പൂട്ടി ഇറങ്ങിയോ? ആ അപ്പൊ ഞാൻ ചോദിച്ചോ പറയുവാണ് പിന്നെ എന്തോ പാർട്ടി ഓഫീസിൽ പോണോന്ന്. അവിടെ എന്തോ ഭയങ്കര അഴിമതിയാ. അതിന് ക്ലീറ്റോയുടെ വീട്ടിൽ നിൽക്കായിരുന്നില്ലേ? അതേ വേഷത്തിൽ തന്നെ പോണം. അപ്പൊ ഞാൻ പറഞ്ഞ ഡ്രസ്സ് മാറിയിട്ട് പോവാൻ പറഞ്ഞ പറയാ ഇല്ല അത്യാവശ്യമായിട്ട് പോണോന്ന് പറഞ്ഞിട്ട് നാത്തും പോയ പുറകെ ഇറങ്ങി. കണ്ട അപ്പൊ എന്റെ പുറകെ വന്ന് എന്തോ സംശയരോഗാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, എന്തോ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്നോട് എന്തൊക്കെയോ ഒന്ന് ചോദിച്ചു. എന്നോട് ചോദിക്കുകയാണ് എന്താ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് കുറെ കാലം കഴിയുമ്പോൾ ഇഷ്ടം കുറയുക, പിന്നെ എന്താ ഒരു കൊച്ചിനെയാണോ അതോ ഭർത്താവിനെയാണോ കൂടുതൽ ഇഷ്ടം, എന്തൊക്കെയോ ഒക്കെ ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ഓ അതാണ് കാര്യം. ഞാൻ ആ ഓഫീസിൽ ഇരുന്നപ്പോൾ എന്നെ പെട്ടെന്ന് അത്യാവശ്യം എന്നെ കാണണോളിയാ എന്ന് പറഞ്ഞ് ഭയങ്കര വെപ്രാളത്തിൽ വിളിച്ചു. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ നമ്മുടെ ഫ്രൂട്ട്സ് കടയിൽ അവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടി വന്നോണ്ട് ഞാൻ ആ ലാൻഡിൻ്റെ മേളിൽ അവിടെ നിൽക്കായിരുന്നു. പണിയെടുത്തോണ്ട് സമയത്ത് അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ പറച്ചിന് എന്തോ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ അത്യാവശ്യം ഞാൻ ഓടി വന്നപ്പോൾ അവരോട് ചോദിക്കുകയാണ്, ഈ കുടുംബിനികളായ സ്ത്രീകൾ വഴിതെറ്റി പോകുന്നതിനെ പറ്റി എന്താ അളിയൻ്റെ അഭിപ്രായം? ഞാൻ വിചാരിക്കുന്നത് പ്രാന്തുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ നല്ല അളിയ അവനെന്തൊന്നൊരു വൈകുന്നേരം എന്തോ ഒരു മീറ്റിംഗ് ഫംഗ്ഷനോ എന്തുണ്ട്, അവിടെ ഇതിനെക്കുറിച്ചാണ് സംവാദമോ. വെറുതെ പറയണത്, ഒരു മീറ്റിംഗും ഇല്ല, ഒന്നുമില്ല. ഇത്ര നേരമായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ എവിടെ പോയാൽ നിനക്ക് എന്താടിയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തത് അന്നേരം. പിന്നെ ഞാൻ ചോദിച്ചത് എന്താന്ന് അപ്പൊ പറയാ എന്താ ഞാനിങ്ങനെ സാമൂഹ്യ പ്രവർത്തകനല്ലേ, അതുകൊണ്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കണേ. ഞാൻ ചോദിച്ചപ്പോ പറയൂ ആ മക്കളെ നിങ്ങൾ താഴെ പോയി കളിക്കും. താഴെ പോയി കളി, അങ്ങ് താഴെ പോ. തല്ലു പിടിക്കാതെ കളിക്കണം കേട്ടോ. എന്തെങ്കിലും ഒന്ന് ചോദിക്കണ ക്ലീറ്റോനോട്. അവന്മാരോട് ചോദിക്കാം. എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ഇത് പരിഹരിച്ചതിനായിട്ട് പ്രശ്നമാണ്. നീ ഉണ്ടല്ലോ വിശ്വസിച്ചു പോയി. പ്രശ്നം എനിക്കാരുമില്ലയോ? ആരുമില്ല, പിന്നെ നമ്മളെ കാര്യം പിന്നെ. അപ്പൊ ഞാനോരോ നിങ്ങളുടെ നിങ്ങൾക്ക് അറിയില്ല ആരാന്ന്? ഞാൻ ആരാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ നീ തെണ്ടിത്തരം എന്നോട് കാണിക്കൂ. കാര്യം പറയൂലടാ. ഞാൻ പുറകെ നടന്ന് നിങ്ങൾക്ക് എന്താ പ്രശ്നം അറിയാൻ ഒന്ന് എന്നോടൊന്ന് മിണ്ടണ്ടേ മനുഷ്യൻ? ഞാൻ മിണ്ടണല്ലേ? ഞാൻ നിന്റെ ഭർത്താവാണ്. കുടുംബം, കുട്ടി, ഭാര്യ, അങ്ങനെയുള്ള ചിന്തയായിട്ട് നടന്ന എന്നോട് എന്നോട് ഞാൻ എന്ത് ചെയ്തെന്ന് ഈ പറയണത്? എനിക്ക് അരിശം വരുന്നുണ്ടോ? കാര്യം പറ, എന്താ പ്രശ്നം പറയടാ. പറയാനുള്ള എല്ലാം ഇതിലുണ്ട്. എല്ലാം അതിലുണ്ട്. എനിക്ക് പറയാനുള്ള എല്ലാം അതിലുണ്ട്.
എന്തടി ഏ? നിനക്ക് എന്തടി പെണ്ണേ എനിക്കെന്ത് ഒട്ടിച്ചോണ്ടല്ലേ നിനക്ക് എല്ലാത്തിനും ഭ്രാന്താണോ? അവനെ പൊന്നൂലല്ലേ നോക്കുന്നത്. ഞാൻ നിനക്ക് എന്ത് കുറവ് വരുത്തണേ? എന്താന്ന് ഞാൻ എന്ത് എടി, അവൻ ജോലിക്ക് പോകുന്നതിൽ നിന്നെ പൊന്നൂലല്ലേ നോക്കുന്നത്. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കൂ. നീ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ ചേർത്ത് പറഞ്ഞു നീ കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ നീ നാണം കെടുത്തിട്ട് ഇറങ്ങിപ്പോയതാ. തീർന്നില്ല എനക്ക് കുഴപ്പം. മനുഷ്യനെ നാണം കെടുത്തോണ്ടായുള്ളു. നാണം കെടുത്താൻ നിങ്ങൾക്ക് നട്ടപ്രാന്താ. നിങ്ങക്ക് കണ്ടുപിടുത്തായിട്ട് വന്നേക്കുന്നു. കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ. എന്തേ കാമൂര് കൊടുത്തത്? എന്തേ നിങ്ങൾക്കൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്? പിന്നെ എന്ത് വിശ്വസിക്കണോ ഇത് കണ്ടിട്ട്? എന്ത് വിശ്വസിക്കണം? എടാ ഇത് ഹംസക്കാന്റെ കടയെന്നാ. എടാ ഹംസക്കയുടെ കടയിൽ നിന്ന് പരിപ്പ് മേടിച്ചപ്പോ അത് പൊതിഞ്ഞു തന്ന പേപ്പറായത്. ഇത് ഞാൻ അടിച്ചു കയറി അവിടെ കത്തിക്കാനിട്ടതാണല്ലോ. ഞാൻ രാവിലെ പള്ളി വെച്ചിട്ടുണ്ടെന്നപ്പോ അവിടെ കിടക്കണം. പല്ല് വെച്ചല്ലേ തിന്നോ. ആങ്ങളെയും കൊള്ളാം, അളിയനും കൊള്ളാം. അല്ലേ, രാവിലെ എണിച്ചിട്ട് പണിക്ക് പോകണം. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പല തോന്നലുണ്ടാവും. ആളുകൾ പണി ഉണ്ടാക്കി വെക്കാനായിട്ട്. വിളിച്ചോ പടി അടി ഇങ്ങോട്ട്. എന്നെ കൂടെ കൊണ്ടുപോകോ? ഇനി ചെയ്യോ അങ്ങനെ? സോറി സോറി സോറി. പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്റെ ക്ലീറ്റോ. പറ്റിപ്പോയി. ഇത് കണ്ടാ പോ. Versus Alien.